അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേറിയിട്ട് നിങ്ങളോടുന്ന വരുന്നത് വക്കീലേ, ഞാൻ ഈ ചൂനൂരിൽ നിന്നാണ് വരുന്നത്. ഇന്ന് മോളെ കാര്യത്തിന് വന്നതാണ്. ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഓളെ കെട്ടിച്ചിട്ട് ഓളെ ഭർത്താവിന്റെ വീട്ടില് വളരെ പ്രയാസത്തിലാണ്. വളരെ ബുദ്ധിമുട്ട്. ഓളെ പണ്ടും പൈസയും ഇതൊക്കെ ഓർത്തു. ഒരു 5 വയസ്സായ കുട്ടിയുണ്ട്. അപ്പോ KV അബു പറഞ്ഞ ആളെ വീട്ടിലേക്കായിരുന്നു നമ്മൾ കെട്ടിച്ചിരുന്നത്. അപ്പൊ അയാൾ നല്ലൊരു മനുഷ്യനാണ്. അത് സ്ഥലം ചൂനൂര്. അപ്പോ ആദ്യമൊക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലും പോയിണ്ട്. ഓൻ ഗൾഫിലൊക്കെ പോയി വന്നു. അപ്പോ അതിന് ശേഷമാണ് ഇവിടെ വന്നിക്കാണ്ട് നാട്ടിൽ വന്ന് കുതിരടി മറ്റേതുമായിട്ടൊക്കെ കുട്ടിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ പണ്ടും പൈസയും ഇതൊക്കെ കൊടുക്കും. ഒരു 5 വയസ്സായ കുട്ടിയുണ്ട്. അപ്പൊ ഞമ്മക്ക് ഓന്റെ പേരിൽ കേസ് കൊടുക്കാം. ഇതില് ഇപ്പൊ കേസ് കൊടുക്കാൻ നമുക്ക് 2 വഴിയുള്ളത്. 2 വിധത്തിലും കേസ് കൊടുക്കാം. നമുക്ക് ഈ പണ്ടും പണമൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കാം, ചെലവിന് കിട്ടാൻ വേണ്ടി. രണ്ടാമത് കേസ് കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ക്രിമിനൽ കേസാണ്. പിന്നെ ഗൾഫ് പോകാനോ കാര്യങ്ങളോ ഒന്നും പറ്റൂല, പുറത്ത് പോകാനൊന്നും പറ്റൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാലും പിന്നെ ഡിവോഴ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മകളായിട്ട് പ്രയാസപ്പെടാം. എങ്ങനെയും നമുക്ക് കൂട്ടി യോജിപ്പിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. സംസാരിച്ചിട്ടോ നമുക്കിനിപ്പോൾ ഒരു മീഡിയേഷനിൽ അങ്ങനെ സംസാരിച്ച് നോക്കാം. അങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനത്തിലെത്താണ് ഏറ്റവും നല്ലത്. അത് വക്കീലേ, എന്താ വെച്ചാല് ആ അബുവാക്കാരന് നല്ലൊരു സാധു മനുഷ്യനാണ്. അയാളെ വിചാരിച്ചിട്ട് ഇതുവരെ നമ്മള് ക്ഷമിച്ചു നിന്നിരുന്നത്. ഇനി നമുക്ക് ആ കൊടുത്ത പണ്ടും പൈസയിൽ കിട്ടണം. അതിനെന്തൊരു മാർഗം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. ഓളും കുട്ടിയും തൽക്കാലം പോണില്ല എന്നാ പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു വജ്ജുണ്ടാക്കി തരണം. അതിനും വേണ്ടി ഞാൻ പോന്നതാണ്. ഇതിപ്പോ കേസിന്റെ കാര്യമാകുമ്പോൾ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടും. കേസ് കൊടുത്ത ആളും കൊടുക്കപ്പെട്ട ആളും അതുവേണ്ടി കോടതിക്ക് നടന്ന് ഒരുപാട് പ്രയാസപ്പെടും. ഇപ്പോൾ ക്രിമിനൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലേക്കും പോകാൻ പറ്റാത്ത വിധത്തിൽ അതിനും പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ സെറ്റിലാക്കി പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. നമ്മൾ അതിനുള്ള വഴി നോക്കാം. ഇപ്പോൾ ചൂനൂര് ഭാഗത്ത് നമ്മളൊരു ബന്ധമുണ്ട്, ജീബ് എന്ന് പറഞ്ഞിട്ട്. ജീവൊക്കെ അറിയാം. ഞാൻ വിളിച്ച് സംസാരിച്ച് നോക്കാം. നിങ്ങളെ നമ്പറും തന്നാൽ കേട്ടോ, ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഓഫീസിലേക്ക് ഏതായാലും ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാ വക്കീലേ, ഞാൻ പോവാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. നിങ്ങളിപ്പോ തിരക്കിലായോണ്ട് ഞാനിപ്പോ എല്ലാം നിൽക്കണില്ല. അസ്സലാമു അലൈക്കും. പോകട്ടോ, നമുക്കേ പോയി പോണേ. ഇന്ന് ചിലപ്പോൾ പോകാം കേട്ടോ. പല കുട്ടീന്റെ കച്ചവടത്തിൽ പോകണ്ട എന്നിട്ടോ. പോക്കം പോതില്ലടാ കുട്ടീനെ കാണാനേ. താത്താനൊക്കെ കാണണ്ട നമുക്ക് കാട്ടാ. നമുക്കിന്ന് പോകാം കേട്ടാ. എത്ര പോകടാ. രാവിലെ തന്നെ തിന്നാനും കുടിച്ചാനും എത്തൂല. ചായ കുടിച്ചിട്ടില്ല. ഇന്നലെ വന്നപ്പോഴും തന്നെയാണ് ഒന്നും തിന്നിട്ടില്ല. ഇവിടെ ഒന്നും ഇല്ലേ. ഇത് ഇന്നലെ വന്ന സമയം എനിക്കറിയോ. ഇതിങ്ങനെ ഒരുങ്ങി അങ്ങോട്ട് പോവുക വരിക. എന്നിട്ട് രാവിലെ അങ്ങോട്ട് കഴിച്ചിട്ട് പരിചയ എന്താ ഹോട്ടലാ ഈ ഉരുമ ഉണ്ടാക്കി തരാന്. അനക്ക് ഇതുവരെ അത് ഓടുണ്ടായിരുന്നു. അനക്ക് ഒരുക്കി തരാനും ഉണ്ടാക്കി തരാനും. അനക്ക് തെന്നിപ്പോണ്ടോ തെറ്റിപ്പോയില്ലേ. അനക്ക് വല്ല ഓർമ്മയുണ്ട്. ഈ പരിയില് പഞ്ചാരി ചായപ്പൊടി ഉണ്ട് എനിക്കറിയോ. ഇത് വന്നിട്ട് പിന്നെ കഴിച്ചിട്ടില്ല പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്ന എനിക്ക്. ഞാൻ ഇപ്പൊ തത്താൻ കാട്ടണോ. ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോരോ ചോറ. ഞാൻ അത്രയും കുട്ടുപോയോക്കട്ടെ. ആശുക്കേ, അന്റെ കാക്ക പറഞ്ഞ വർത്താനം കേട്ടില്ലടാ. എന്താ കാക്കാന്റെ കാര്യം. ഇങ്ങനെയാ എന്താ കാട്ടല്ലേ. ഓണ് തെറ്റിപ്പോയി വെച്ചിട്ടേ ഇവിടെ നമ്മൾ വട്ടി എടുക്കൊന്നുമില്ല. എന്റെ തിന്നാൻ കിട്ടുമെന്ന് ഞാൻ പോയോക്കട്ടെ. അബാക്ക അവിടെ പോയിക്കോളാം. അബാക്ക മുജിബേ. അബാക്ക റിയാസ് ഉണ്ട് അവിടെ. ഞങ്ങളെയും റിയാസിനെയും കൂടി ഒന്ന് കാണാനായിട്ട് വന്ന ചെറിയ പ്രശ്നം വേറെ ഉണ്ട്.
മുജിബേ ഓൻ രാവിലെ നീച്ചു വന്നാണ്ട് ഓന് ഇവിടെ ചായയും കടിയില്ലാറുണ്ട് തെറ്റിപ്പോയിക്ക. എന്തേലും അടാകൂടെ ഉണ്ടാക്കണ പ്രശ്നം തന്നെയാണോ വാക്ക? മറ്റേ റിയാസിന്റെ അമ്മ സാങ്ക നമ്മളൊരു കുടുംബക്കാരുണ്ട് വക്കീല്, ആ വക്കീലിന്റെ അടുത്തേക്ക് പോയിക്കോളും. ഡൈവേഴ്സ് വേണം, കൊടുത്ത പണ്ടും പൈസയൊക്കെ വേണമെന്ന് പറഞ്ഞിക്കാണ്ട് കേസാക്കുകയാണെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് വക്കീൽ എനിക്ക് വിളിച്ചിരുന്നു. എന്താ വാക്ക, എന്താ പോനെ കൂടി ചെയ്യുക? നിങ്ങളെടുത്ത് പറയുങ്ങൾ. ഞാൻ അന്ന് നിങ്ങൾ പറഞ്ഞന്ന് ഞാൻ ഓനെ കണ്ടു ഒരു 3-4 ദിവസം മുന്നേ. നിങ്ങൾ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഓനിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരിക്ക് പോകാനുള്ള ആ വലിയൊരു ഊതിയൊന്നും ഓനില്ല. ഞാൻ ദുബായിക്കൊരു പേപ്പറിന്റെ കാര്യം പറഞ്ഞു. പേപ്പറിന്റെ കാര്യം പറഞ്ഞേക്ക് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴൊന്നും നോക്കല്ലേ, അപ്പൊ തന്നെ പോണില്ല, വന്നിട്ടല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണ് അന്ന് എന്നോട് പറഞ്ഞത്. എത്ര മുജിബ കാട്ടഞ്ഞി എന്തേലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നു? ഒന്ന് കോംപ്രമൈസിന് നമുക്ക് നോക്കാൻ പറ്റുമോ? അവാക്ക അത് നമുക്ക് സുബേറിനെയും വക്കീലിനെയും കണ്ടിക്കാണ്ട് എന്താ നോക്കിയിട്ട് എന്താ വെച്ചാല് സംസാരിക്കാം. ഇവിടെ വിഷയപ്പം അതൊന്നുമല്ല, അതിലേറെ വലിയൊരു വിഷയം വേറെ ഉണ്ട്. അന്ന് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരു ചെക്കനെ, നല്ലൊരു ചെക്കനാണ്. 4 ദിവസം മുന്നേ എനിക്കവിടെ പറമ്പിന്ന് തേങ്ങ ഇട്ടിക്കാണ്ട് ആ തേങ്ങ കൂട്ടി വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോന്ന. അപ്പൊ റിയാസ് ചെയ്ത പരിപാടി എന്താക്കണോ, ഓന്റെ ചങ്ങായിമാരെ വിളിച്ചിരുത്തിക്കാണ്ട് ഈ ചെക്കനെ പുതിരെ തല്ലിക്കാണ്ട് ഈ ചെക്ക ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അത് പൈനക്കാളും വലിയൊരു ചൊറയാണ്. എന്താ മുജിബജി പറഞ്ഞ്? എന്റെ ചെറുക്കണ്ടല്ലോ തെന്നിപ്പോടി നടക്കുന്നുള്ളൂ, പക്ഷെ ഒരാരും തല്ലൊന്നുമില്ല. എത്ര പ്രബന്ധിപ്പോ കാട്ടുക ഓക്കാ. ഓൻ റിയാസ് തച്ചു എന്നല്ല പറഞ്ഞു, ഓന്റെ ഒപ്പം നടക്കേണ്ട 2 സ്നേഹിതന്മാരെ ഇപ്പം വിളിച്ചിരുത്തിക്കാണ്ട് ഓല് ചെയ്ത പരിപാടിയാണ്. അല്ല റിയാസ് തച്ചോന്നല്ല. അപ്പൊ ആ ചെക്കനോട് ഹോസ്പിറ്റലിലാണ്, കൗത്തിന്റെ പള്ളിക്കും ഊരക്കും ഒക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞത്. അതിനിപ്പോ എന്തെങ്കിലും ഒരു പരിഹാരം പൈനും കാണ്ടി വരും. ഇവേ എത്ര ഞാൻ കാട്ടുക? ഒന്ന് കഴിയുമ്പോതിലൊന്ന് ഞാൻ ഇടങ്ങാറായിക്കണ്. എനിക്കാണെങ്കിൽ പോന്റെ കാര്യം സംസാരിക്കാൻ തന്നെ നേരമുള്ളൂ. ഇവ എന്തേലും ഒന്ന് കാട്ടിയിട്ട് എന്തേലും ഒന്ന് പരിഹാരം ഉണ്ടായിക്കൊണ്ട എന്നോട് ഇടങ്ങാറോട് പറയാം. അപ്പൊക്കാ ഫിറോസിന്റെ കാര്യം എന്താ വെച്ചാല് ഞാൻ ചെയ്തോളാം. ഈ ഹോസ്പിറ്റൽ ചെലവല്ലേ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. പക്ഷെ നിങ്ങളെ മരുവളെ കാര്യം എന്താ എന്നുള്ളത് നല്ലൊരു തീരുമാനം റിയാസിനെ കണ്ടുകാണ്ട് ഇരിക്കട്ടെ. അത് കുറച്ച് സീരിയസ് ആണ്. ആ ചക്കനെ എങ്ങോട്ടേലും പോകേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു വിഷയം വരും. പോക്കിനും ഇതിനൊക്കെ കേസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനം എടുത്തു തരിങ്ങളെ. എന്നിട്ട് ഞാൻ വക്കീലിനെയും സുബേറിനെയും കണ്ടുകാണ്ട് എന്താ വെച്ചാൽ സംസാരിക്കാം. ഞാൻ പോട്ടെന്നാല് കേട്ടോ. മുജീബ് സാപ്പറ നമുക്ക് ഉണ്ട് ചായ അടിച്ചാലോ രണ്ട് ചായയാണ്. ഒരു സ്ട്രോങ് ലൈറ്റ് ആയി കേട്ടോ. ആ സാപ്പറ പേരേന്ന് ആകെ പ്രശ്നം പണിക്ക് പോകണ്ടേ. എന്തിനാ പണിക്ക് പോകണ്ടല്ലേ? എന്താ കടി ഉണ്ടാക്കളെ? അറിയാം നമുക്ക് പറയാം. എന്താ ഈ പോക്കുപോയ ശരിയാവില്ല കേട്ടോ. ആകെ പ്രശ്നം പണിക്കോണെന്നാ പറയുന്നത് നിങ്ങള്? പണിക്ക് പോലെ എന്താ ഞാൻ പേരൻ ചീത്ത പറഞ്ഞിട്ടേ. ഇങ്ങനൊക്കെ നടന്നതുകൊണ്ടേ പോവാനും തോന്നുന്നില്ല പണിക്ക്. ഇജ്ജ് പോണ്ട, ഞാൻ പോവാണ്. കഴിഞ്ഞ നാളെ അവൻ എന്തേലും പണി ഉണ്ടോ? ആകെ വേർക്കേണ്ടി വരുമല്ലോ. സപ്പറേ നാളെ എന്തേലും പണിയുണ്ടോ? ഇജ്ജ് ആ ഉഡ്ലുക്കിൽ എന്തേലും പണി കളിച്ചോ നമുക്ക്? ഞാനില്ല നാളെ ഒന്നും പണിക്കും. അല്ല ജെക്ക് മേടിച്ചാൽ മതി, അനക്ക് പരിചയമുള്ള ആളല്ലേ ഉള്ളുക്ക്. പണിയെടുക്കാൻ വെക്കോ? ആ ആരാ വിളിച്ചിട്ടുണ്ട്? റിയാസാണല്ലോ. എന്താ റിയാസേ? ആ ഞങ്ങളിവിടെ കാക്കാനെ പീഡനല്ലേ തന്നെ. ഇങ്ങോട്ട് വാ. അവനോട് വരാൻ പറ്റും. എത്ര പ്രശ്നമാവാൻ വിളിച്ചെന്താണ്? എടോ ആകെ പ്രശ്നം, എന്തോ പ്രശ്നമുണ്ട്. ഓൻ വിളിച്ചിന്ന് നേരത്തെ ചോദ്യം വിലയിക്കണം. ഓണ്ട് വരാറുണ്ട്. എന്തൊക്കെ പ്രശ്നമാവും. ഇനി ഓരോ വണ്ടി മല ഉണ്ടാക്കി വണ്ടി മതി ഓൻ അല്ലെങ്കിൽ തന്നെ ഓരോ വണ്ടി മലിട്ട പേരില്. ചാടിച്ചോ ചായ ഒന്ന് കുടിച്ചോ. ഇങ്ങനെ പേര് ഒരു കാർ എന്താ പ്രശ്നമുണ്ട്? കാക്ക അങ്ങോട്ട് വരാട്ടോ. എന്താ റിയാസ് പ്രശ്നം? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ? ആ ഫിറോസ് ആസ്പത്രിയിലാണ്. ഓന്റെ കോത്തിന്റെ അള്ളിയും ഊരിയും ഒക്കെ പാടെ പെയ്ക്കൂടെ ഇറങ്ങാണ്ടേ ചങ്ങായി ഭയങ്കര പ്രശ്നമാണ് തന്നെ. ഇവിടുന്ന് എവിടുന്നെങ്കിലും 3-4 ദിവസത്തിന് മാറിക്കേണ്ടി വരും കേട്ടോ. എങ്ങനെ മാറണോ? ഞമ്മളിപ്പോ അങ്ങനത്തെ അടിയൊന്നും അടിച്ചിട്ടില്ലല്ലോ. ഞാൻ മതി എന്നല്ല പറഞ്ഞ നിങ്ങളോട്. ഇങ്ങളല്ല എല്ലാരും ഇജ്ജ് പറഞ്ഞിട്ട് നമ്മൾ വെച്ചേക്കണേ. ഇജ്ജും ഉണ്ടായിരുന്നു അതില്. ഇനിയിപ്പോ കാണാൻ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് മുങ്ങണം, അല്ലാതെ പറ്റൂല. വണ്ടി ഏതെങ്കിലും കിട്ടാണ്ടോ?
വണ്ടി ഇപ്പൊ പെരയിലില്ല, എളാപ്പാന്റെ അടുത്തൊന്നുണ്ട്. ഇത് ബേ എങ്ങനെയാലും എടുത്തോണ്ടേ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. എടാ ഇവിടെ നിന്ന് പ്രശ്നാണ്. ഇനി കേസോ പൗരുവാലോ ഒന്നും ഉണ്ടാവോ? വണ്ടി എടുത്ത് നമുക്ക് 2 ദിവസം മാറിക്കാം. എന്നാത്ത പോലെ ചോറയും വരല വീഡിയോ പാമ്പ് അടിച്ചു പറഞ്ഞ മൈക്ക. അല്ല റിയാസ് എന്താ നീ കാട്ടാ? ആകെ പ്രശ്നമല്ലോ. തല്ലാൻ തച്ചും ചെയ്തു ആളെ അങ്ങനത്തെ ഒരാളല്ലേ ഇങ്ങനെ പറയുന്ന തന്നെ ഉള്ളൂ. ആളോ പാവാണ്. ഇങ്ങനെ ഈ 2 തലി കത്തിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടി. ഇങ്ങനെ ഈ തൊള്ളി തോണ ഇങ്ങനെ പറയും. നമുക്കൊരു കാര്യം ചെയ്യേ, മുജീവാക്കാണോ പോയി കാണുമോ? അയാൾ സോൾവ് ചെയ്തോളൂ. അയാൾ ആളാണോ? സംഭവം ശരിയാണ്. ഇപ്പൊ ഇവിടുന്ന് മാറണം. 2 ദിവസം ഇതിന്റെ ചൂടൊന്ന് കച്ചിട്ടെ നമുക്ക് മുജീബാക്കാനോട് വിളിച്ചോക്കാം. 2 ദിവസം മാറിക്കുമ്പോ ശരിയാവും. നമുക്ക് എല്ലാവർക്കും കൂടെ മുജീബാനെ ഓനെ വിളിച്ചിങ്ങളെ ഇവിടുന്ന് ഇനി പാര ഇപ്പൊ ആ ബദുലനെ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞേ സപ്പറ വേം വാ. ഇവിടെ അങ്ങനെ നിക്കാൻ പറ്റില്ല. ഞങ്ങള് റോട്ടുമ്പോ അതന്നെ ഉണ്ട്. ആ വേം വാ. എവിടുക്കാലും വേണ്ട, 2 ദിവസം ഇവിടുന്ന് മാറിക്കാം. എവിടേക്കാനും വിട്ടോ. അതൊക്കെ നമുക്കേ വേഗം പോയിട്ട് വരാൻ നോക്കണേ. ഇനിയിപ്പോ വണ്ടി അതെ വരിക. ഏതായാലും വണ്ടി ഏതെങ്കിലും കിട്ടുമോ നോക്കാം നമ്മള്. കേട്ടോ നമ്മൾ ഇവിടെ വെക്കുക. വണ്ടി ഏതെങ്കിലും വരുമ്പോ കജ്ജാട്ടാ കേട്ടോ. ആച്ചക്കെ ഒരു വണ്ടി വരുന്നുണ്ട്, നമ്മള് കജ്ജ് കട്ടി വെക്ക. എവിടക്കങ്ങനെ പോണേ? മരോളം എടുക്കൊന്ന് പോണം. ആസിക്കാണെങ്കിൽ കുട്ടീനെ കാണാനായിട്ട് ഇറങ്ങാറാക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ വെച്ചിട്ട് ഇറങ്ങിയാണേ. ആയിക്കോട്ടെ. ആസിക്ക കയറ്.